കേസുകളിൽ ജാമ്യം അനുവദിക്കേണ്ട പ്രാധാന്യം ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി. കള്ളപ്പണ വെളുപ്പിക്കൽ കേസിലാണെങ്കിലും ജാമ്യം നൽകുന്നതിനാണ് പ്രാധാന്യം നൽകേണ്ടത്. ജയിൽവാസം ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ മാത്രം മതി എന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ജാർഖണ്ഡ് ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കിയാണ് സുപ്രീം കോടതിയുടെ ഈ വിധി എത്തുന്നത്. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ആർക്ക് ഏത് കേസ് പരിഗണിച്ചപ്പോഴാണ് ഇക്കാര്യം സുപ്രീം കോടതി അറിയിക്കുന്നത്? ഒപ്പം തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കാണുന്നതാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളുടെ കാര്യത്തിലൊക്കെ തന്നെ ദിവസങ്ങളോളം നീണ്ടുപോകുന്ന ജയിൽവാസം. അതിനെതിരെ സുപ്രീം കോടതി നേരത്തെ തന്നെ പരാമർശം ഉന്നയിക്കുകയും ചെയ്തതാണ്. തീർച്ചയായിട്ടും ഈ ആദ്യം ഇത് പറഞ്ഞത് 1977 ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യരാണ്. ജാമ്യം അല്ല, ജയിലല്ല, ജാമ്യമാണ് നിയമം എന്ന് വ്യക്തമാക്കിയത് 77 കൃഷ്ണയ്യരായിരുന്നു. അതിനുശേഷം ജസ്റ്റിസ് കൃഷ്ണയ്യരെ കോട്ട് ചെയ്തുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കേസുകളിൽ തുടർച്ചയായിട്ട് ഇപ്പോൾ സുപ്രീം കോടതി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വരികയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ജാർഖണ്ഡ് ഹൈക്കോടതിയുടെ വിധി റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. അത് PMLA ആക്ടിലാണെങ്കിലും PMLA ആക്ടിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതൻ തൻ്റെ കുറ്റം താൻ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനായിട്ട് ബാധ്യസ്ഥനാകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അനന്തമായിട്ടുള്ള ജയിൽവാസം ഇത്തരത്തിലുള്ള ആളുകൾക്ക് നടത്തേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഈ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി ഇക്കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരാളെ കുറ്റാരോപിതൻ എന്ന് മുദ്രകുത്തി ജയിലിൽ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ അന്വേഷണ ഏജൻസികൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ തെളിവുകൾ ഉണ്ട് എന്ന വാദത്തിൻ്റെ അടിസ്ഥാനത്തിലോ മാത്രം സാധിക്കില്ല. വ്യക്തമായിട്ടുള്ള തെളിവുകൾ സമർപ്പിച്ചതിന് ശേഷം മാത്രമേ പ്രഥമ ദൃഷ്ടിയ അത് നിലനിൽക്കുകയാണ് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ മാത്രമേ ജയിൽവാസത്തിന് ഇത്തരത്തിലുള്ള PMLA ആക്ടിലെ വകുപ്പുകൾ ഉപയോഗിക്കാൻ സാധിക്കൂ എന്നുകൂടിയാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ജാർഖണ്ഡ് ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന് തുടർച്ചയായി ജസ്റ്റിസ് B.R. ഗവായി അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് ഈ ഉത്തരവ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് ജസ്റ്റിസ് KV വിശ്വനാഥനാണ് ഈ വിധി പ്രസ്താവം ജസ്റ്റിസ് B.R. ഗവായിയുടെ ബെഞ്ചിൽ വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത്. ഏതായാലും സുപ്രധാനമെന്ന്, പ്രത്യേകിച്ച് ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ പലപ്പോഴും ഈ തെളിവുകൾ ലഭിക്കും, ഉടൻ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ഒക്കെയുള്ള വാദം ഈ കേന്ദ്ര ഏജൻസികൾ ഉയർത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ വളരെ കൃത്യമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു നടപടി അല്ലെങ്കിൽ ഒരു പരാമർശം, നിരീക്ഷണമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാക്കിയിട്ടുള്ളത്. കുറ്റാരോപിതരാണെങ്കിലും വ്യക്തമായ തെളിവുകളില്ലെങ്കിൽ ജയിൽ ശിക്ഷ ഒഴിവാക്കേണ്ടി വരും. ഒപ്പം തന്നെ ജാമ്യം എന്നതിനാകണം പരമ പ്രാധാന്യം. ഏത് വിഷയത്തിലാണെങ്കിലും എത്രയും പെട്ടെന്ന് ജാമ്യം അനുവദിക്കുക, അതിനുള്ള നിയമ നടപടികളാണ്, അതിനാണ് മുൻതൂക്കം നൽകേണ്ടതെന്നും സുപ്രീം കോടതി ഇപ്പോൾ നിരീക്ഷിച്ചിരിക്കുന്നു. ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.